ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ ആ മഹത്വമായ ഫലമാകുന്ന സൗമ്യതയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ശിഷ്യന്മാരോടും തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സകല മനുഷ്യരോടും മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ പറയുന്നൊരു വചനമുണ്ട്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. അതിനു മുൻപ് വചനം ഇങ്ങനെയാണ് പറയുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒന്ന് പറയണം, അധ്വാനിക്കുന്നവർ. രണ്ടാമതായി ഭാരം വഹിക്കുന്നവർ. അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഈശോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയുന്നത്? യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത് ആ ആശ്വാസം അവിടുത്തെ സൗമ്യമായ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ആശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഇവിടെ നിന്ന് ഒഴുക്കുന്നത്. അതിനെന്ത് ചെയ്യണം? അധ്വാനിക്കുന്ന വ്യക്തികൾ. പല മേഖലകളിലുള്ള അധ്വാനങ്ങളുണ്ട്. ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള അധ്വാനമുണ്ട്. ശുശ്രൂഷ മേഖലകളിൽ ആത്മാക്കളെ നേടുവാൻ വേണ്ടിയിട്ടുള്ള അധ്വാനമുണ്ട്. അതുപോലെ തന്നെ പരസ്നേഹ മേഖലയിൽ അധ്വാനിക്കുന്നവരുണ്ട്. കാരുണ്യ പ്രവർത്തന മേഖലകളിൽ അധ്വാനിക്കുന്നവരുണ്ട്. സാമൂഹ്യമായ മേഖലകളിൽ അധ്വാനിക്കുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവരുണ്ട്. പണിയെടുക്കുക, ജോലി ചെയ്യുക, ഇതെല്ലാം അധ്വാനത്തിൻ്റെ പലതരത്തിലുള്ള അധ്വാനങ്ങളുണ്ട്. ഈ അധ്വാനിക്കുന്ന വ്യക്തികൾ ഭാരം വഹിക്കുക. പാപത്തിൻ്റെ ഭാരം, വേദനയുടെ ഭാരം, ദുഃഖഭാരം, കടഭാരം, ദാരിദ്ര്യഭാരം, ആകുലതകളാകുന്ന ഭാരങ്ങൾ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കൊണ്ട് വിഷമിക്കുന്ന മനസ്സിൻ്റെ ഭാരങ്ങൾ, ഇങ്ങനെ പല മേഖലകളിലെയും ആസക്തികളുടെ ഭാരങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഭാരങ്ങളുണ്ട്. ഈ ലോകത്തിൽ കിടന്നുകൊണ്ട്, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല മേഖലകളിലും അധ്വാനിക്കുന്ന, പല സ്ഥലങ്ങളിലും ജോലി മേഖലകളിൽ, പലതരത്തിലുള്ള ജോലി മേഖലകളിൽ അധ്വാനിക്കുന്നവരുണ്ട്. അധ്വാനിക്കുന്നവരോ മക്കളെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയണം: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ. ഇന്ന് പലതരത്തിലുള്ള ഭാരങ്ങൾ വഹിക്കുന്നുണ്ട്. സാത്താൻ നമ്മുടെ തോളിൽ വെച്ച് തന്നിരിക്കുന്ന വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജഡത്തിൻ്റെയും ഫലങ്ങളാകുന്ന ഭാരം വഹിക്കുന്നവരുണ്ട്. അതും വഹിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്നവരുണ്ട്. മരണം വരെ വെറുപ്പിലും വിദ്വേഷത്തിലും ആരോടും അനുരഞ്ജനപ്പെടുകയില്ല എന്ന മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അതൊരു വലിയ ഭാരമാണ്. കഷ്ടപ്പാടിൻ്റെ ഭാരം, ദാരിദ്ര്യഭാരം, രോഗത്തിൻ്റെ ഭാരം, ഇങ്ങനെ പലതരത്തിലുള്ള ഭാരം വഹിക്കുന്ന വ്യക്തികളോട് പറയാണ്: നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. ആ കാലഘട്ടത്തിൽ ഒത്തിരി വൈദ്യന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദർശനങ്ങളും വെളിപാടുകളും പറയുന്ന വെളിപാടുകാരുണ്ടായിരുന്നു, പ്രാശനികന്മാരുണ്ടായിരുന്നു, ആഭിചാരക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈദ്യന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ടായിരുന്നപ്പോൾ കർത്താവ് പറയുകയാണ്: നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ നിന്നും സൗമ്യത പുറത്തേക്ക് ഒഴുകണമെങ്കിൽ സൗമ്യത നമുക്ക് തരാൻ കഴിവുള്ള കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ഇന്ന് ഭാവി അറിയുവാനും സാമ്പത്തിക നേട്ടത്തിനും ജോലിക്കും വേണ്ടിയിട്ട് മനുഷ്യൻ ഇന്ന് എവിടെ വേണേലും എന്ത് കാര്യത്തിനും വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും എന്ന് ചിന്തിക്കട്ടെ: ഞാൻ കർത്താവിൻ്റെ അടുത്തേക്കാണോ പോകുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്? നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്തേക്ക് ആശ്വാസത്തിന് വേണ്ടിയിട്ടല്ല, പിന്നെ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടുന്ന മനുഷ്യരായി നാം ഓരോരുത്തരും മാറ്റപ്പെട്ടിരിക്കുന്നു. തുടർന്ന് പറയുകയാണ്: ഞാൻ ശാന്തശീലനാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്കുള്ളതാണ് ശാന്തശീലത. ശാന്തശീലൻ, ഈശോ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, സൗമ്യത ഉള്ളവനാണ്.
ശാന്തതയുള്ള എല്ലാ വ്യക്തികൾക്കും സൗമ്യതയുണ്ട്. എടുത്തുചാട്ടക്കാർക്ക് അതില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ശാന്തതയും സൗമ്യതയും നൽകുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഗ്ദാനം ചെയ്ത് നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുപോലെ വിനീത ഹൃദയം, എളിമയുള്ള ഹൃദയം. ഇന്ന് നമ്മുടെ ഹൃദയം എളിമുള്ളതാണോ? ഓരോരുത്തരും വന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതാണ്. വിനീത ഹൃദയം. അതുപോലെ തന്നെ എൻ്റെ മുഖം വഹിക്കുക. എന്താ ഈശോയുടെ മുഖം? ഈശോയുടെ മുഖം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈശോ നൽകിയ കൽപ്പനയും അത് തന്നെയാണ്, സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. ഒരേ ഒരു കൽപ്പനയെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നൽകുകയുള്ളൂ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്നുള്ള സ്നേഹത്തിൻ്റെ കൽപ്പന. ആ മുഖം വഹിക്കുവാനാണ് കർത്താവ് പറയുന്നത്. അല്ലാതെ ഈ ലോകത്തിൻ്റെ ഭാരം വഹിച്ചുകൊണ്ട്, എടുത്താൽ പൊങ്ങിയലാത്ത ചുമടും വഹിച്ചുകൊണ്ടൊന്ന് ഭാരം വഹിച്ചുകൊണ്ട് കടങ്ങളും കടത്തിനു മുകളിൽ കടവുമായി നടക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുകയാണ്. പറയുകയാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ എൻ്റെ അടുത്ത് വാ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ പഠിച്ചു. ആ പഠിച്ച ശിഷ്യന്മാരാണ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പോയി ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് രക്തസാക്ഷികളായി മാറിയ തിരുസഭയുടെ മൂലക്കല്ലുകളായി മാറ്റപ്പെട്ട ക്രിസ്തു ശിഷ്യന്മാർ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ശാന്തത ലഭിക്കണമെങ്കിൽ, സൗമ്യത ലഭിക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമായ എന്നിൽ നിന്ന് പഠിക്കുവാൻ അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ സൗമ്യത കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഈ സൗമ്യത മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.